വലിയ ഒരു സർവകലാശാല യൂണിവേഴ്സിറ്റിയുടെ ഒരു റീഡർ, വലിയ പൊസിഷനാണ് അദ്ദേഹം, പ്രൊഫസറാണ്, ഡോക്ടറേറ്റൊക്കെ നേടിയിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിഷയം പ്ലെയിനിൽ കയറാൻ പേടി, ഫിയർ ഓഫ് ഫ്ലൈയിങ്, എയറോഫോബിയ എന്നാണ് ഇതിനെ പറയുക. മറ്റൊരു സ്ത്രീ യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവർ ഛർദ്ദിക്കും വിഷയമാണ്. ചിലർക്ക് വാഹനം ഓടിക്കാൻ ഭയം, തൊട്ടരികിൽ സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ തന്നെ ചിലർക്ക് ഭയങ്കര ഉത്കണ്ഠയും പേടിയുമാണ്, ഭയമാണ്. ഇങ്ങനെ ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഇതിന് അമാക്സോഫോബിയ എന്നാണ് പറയുക. അമാക്സോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഓഫ് ഡ്രൈവിംഗ് ഓർ സിറ്റിംഗ് നിയർ ആസ് എ പാസഞ്ചർ. ഒരു ഭയങ്കര ഉത്കണ്ഠയും ആകുലതയും ഭയവും വെപ്രാളവും കൊണ്ട് ആകെ അസ്വസ്ഥരാകും. അപ്പോൾ ഇതിന് ഒരു പക്ഷേ ഇവർക്ക് ഏതെങ്കിലും അവരുടെ പ്രായത്തിലുണ്ടായിട്ടുള്ള അപകടം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒളിഞ്ഞ് കിടക്കുന്ന ചില പേടിയുടെ റിഫ്ലക്ഷൻ, അത് ഫോബിയാസ്. തീർച്ചയായിട്ടും നമുക്ക് ഇതിന് യാതൊരു മരുന്നുമില്ലാതെ, ഒരു ഔഷധവും ഇല്ലാതെ യഥാർത്ഥമായ കാരണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ റിഗ്രഷൻ തെറാപ്പി ഉണ്ട്. എന്താണ് റിഗ്രസ് ചെയ്യുക എന്ന് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന കാരണം, എന്തുകൊണ്ട് ഒരു വ്യക്തി ഇങ്ങനെ ഭയപ്പെടുന്നു? സകലരും വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ട്, നമ്മൾ കുഞ്ഞുനാൾ മുതലേ യാത്ര ചെയ്യുന്നവരല്ലേ. എന്നാൽ ചിലരിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയുള്ളൊരു പേടി, ഒരു ഭയം ഉടലെടുക്കുന്നു? നമ്മൾ ആരെയും കുറ്റം പറഞ്ഞ് വിമർശിച്ചിട്ട് അർത്ഥമില്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഇതിന് അനുബന്ധമായിട്ടുള്ള ഒരു നിഷേധ ഓർമ്മ അല്ലെങ്കിൽ അനുഭവം, ഒരു സാഹചര്യം അവരുടെ ഉള്ളിലുണ്ട്. അത് നമുക്ക് റിഗ്രഷനിലൂടെ കണ്ടെത്താൻ സാധിക്കും. സിമ്പിളാണ്, വളരെ സിമ്പിൾ ടെക്നിക്കാണ്. മൈൻഡ് സെർച്ച്, നമുക്ക് മെഡിറ്റേഷൻ പോലെ റിലാക്സേഷൻ മോഡാലിറ്റീസ്, സിസ്റ്റംസ്, നമുക്ക് പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ അതാണല്ലോ. ഇവിടെ മരുന്നൊന്നുമില്ല, 100% ഔഷധരഹിതമാണ്. നമ്മുടെ സിസ്റ്റംസ് എല്ലാം, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ് എല്ലാം ഔഷധരഹിതമാണ്, മരുന്നില്ലാത്ത സിസ്റ്റംസാണ്, സേഫാണ്. അതിനാൽ തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ അടുത്ത് വന്ന ആ ഒരു സ്ത്രീ മോളെയും കൊണ്ട് വന്നു. എന്നാൽ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവരുടെ സ്വന്തം വാഹനത്തിൽ തന്നെ അവർക്ക് AC ഇട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. കൂടെ ഇരുന്ന് യാത്ര ചെയ്യാൻ പോലും അവർക്ക് സാധ്യമല്ലല്ലോ. വോമിറ്റിംഗ് സെൻസേഷൻ വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു വോമിറ്റിംഗ് സെൻസേഷൻ അവർക്കുണ്ടാവുന്നത്? എന്തുകൊണ്ട് അവർക്ക് വാഹനയാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു? കണ്ടെത്താം തീർച്ചയായിട്ടും. യാതൊരു ഔഷധവും ഇല്ലാതെ, യാതൊരു മരുന്നും ഇല്ലാതെ നമുക്ക് അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന റീസൺ അത് കണ്ടെത്തിയിട്ട് നമുക്ക് ഉന്മൂലനം ചെയ്യാം. എന്നിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഡീസെൻസിറ്റൈസ് ചെയ്യാം. കാരണം അവരെ സംബന്ധിച്ചുള്ളത് സെൻസിറ്റീവായിട്ട് കിടക്കില്ലേ, അവരുടെ ഉള്ളിൽ കിടക്കുന്ന വിഷയം. അത് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഡീസെൻസിറ്റൈസ് ചെയ്യാം. അതിന് നേരിട്ട് വരിക തന്നെ വേണം. കാരണം നമ്മുടെ മുന്നിലിരുന്ന് അതിന് സർട്ടൻ റിലാക്സേഷൻ ടെക്നിക്സ് ചെയ്ത് വേണം ഇത് കണ്ടെത്തി അത് കളയാൻ. വളരെ സിമ്പിളാണ്, സേഫാണ്. വരിക. തീർച്ചയായിട്ടും എയറോഫോബിയ അല്ലെങ്കിൽ അമാക്സോഫോബിയ ഇതിനെല്ലാം പ്രതിവിധിയുണ്ട്. സുരക്ഷിതമായിട്ട് വരിക. നമുക്ക് പോസിറ്റീവ് തിങ്കിങ് സെൻറ്റർ മുഖത്തല, കൊല്ലം മുഖത്തലയിൽ കരിഞ്ഞമ്പള്ളി ക്ഷേത്രത്തിനും ചെറിയമ്പനാട് കുളത്തിനും ഇടയിൽ നിൽക്കുന്ന താഴിയിൽ ഈറ കോൺക്രീറ്റ് റോഡ്, അവിടെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. അവിടെ ഓപ്പോസിറ്റ് വായിൽ ഭംഗിയാണ്. വരിക, ആസ്വദിക്കുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഈ ഭയം മാറ്റിയെടുക്കുക. നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെയോ മക്കളുടെയോ ആരുടെ ഉള്ളിലുള്ള ഇത്തരം പേടിയാണെങ്കിലും നമുക്ക് സുരക്ഷിതമായിട്ട് മാറ്റിയെടുക്കാം. വരിക.